അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഒരുപാട് പേര് എപ്പോഴും ഓരോ കാര്യത്തിന് പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, സമാധാനമില്ലാത്ത ജീവിതമാണ്, കടം കൊണ്ട് പ്രയാസമാണ്, അസുഖം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണ്, അതുപോലെ വീട്ടിൽ ദാരിദ്ര്യമാണ്, മക്കളെ സ്വഭാവം കൊണ്ട് ടെൻഷനാണ്, ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് ടെൻഷനിലാണ്. അതുപോലെ ഒരുപാട് പലർക്കും പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസവുമുള്ളവരാണ് എൻ്റെ ഈ ചാനൽ ഇഷ്ക് മദീന എന്ന ചാനലിൽ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുള്ളത്. കാരണം കമൻറ്റിലൂടെ ആയിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ടും വോയിസ് മെസ്സേജ് ആയിട്ട് അവരൊക്കെ പറയാറുള്ള കാര്യം ഇതേപോലെയുള്ള കാര്യമാണ്. അതിൽ കൂടുതൽ പേർക്കുമുള്ളത് കടം കൊണ്ട് പ്രയാസമുള്ളവരാണ്. അതുപോലെ തന്നെ മനസ്സിന് സമാധാനമില്ലാത്തൊരവസ്ഥ. നമുക്ക് എത്ര തന്നെ പണം അള്ളാഹു തന്നാലും പണത്തിനൊരു ബുദ്ധിമുട്ടും നമുക്ക് ആർക്കും ഇല്ലെങ്കിലും മനസ്സമാധാനമില്ലാതെ പിന്നെ എന്ത് പണം അല്ലേ? മനസ്സമാധാനം വേണം നമ്മുടെ ജീവിതത്തിൽ. അതാണ് ഏറ്റവും വലിയൊരു ഹൈറ്. നമ്മളൊക്കെ സഹിക്കുന്ന എല്ലാ തരത്തിലുള്ള വേദനകളും വിഷമങ്ങളും എല്ലാം അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണല്ലോ. ഇന്നത്തെ രാവിൽ ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്രയാസം പലവിധ ഇടങ്ങേറുള്ളവരുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്വലാത്ത് വിഷമങ്ങൾ തീരാനുള്ള സ്വലാത്താണ് കേട്ടോ. 1000 തവണ ഇന്നത്തെ രാവിൽ നിങ്ങൾ ചൊല്ലണം. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. നിങ്ങളെന്തെങ്കിലും ഒരു വിഷമം വെച്ചിട്ട് ഈ ഒരു സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ആ ഒരു സ്വലാത്ത് ഞാൻ ഇന്നത്തെ രാവിൽ ചൊല്ലിയിട്ട് എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ. അനുഭവമുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് തിങ്കളാഴ്ച രാവാണ്. അപ്പോൾ ഇന്നത്തെ രാവിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ യാസീൻ ഓതുക. ആദ്യം ഫാത്തിഹ ഓതുക, എന്നിട്ട് യാസീൻ ഓതുക. ഇത് നമ്മൾ പിന്തുടർന്ന് പോകണം. അതായത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് എല്ലാ ദിവസവും ഒരു യാസീൻ നമ്മൾ ഓതണം. അത് എത്ര തിരക്കുള്ള ഒരാളാണെങ്കിലും, ഇനിയിപ്പോൾ എന്തെങ്കിലും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു ഫാത്തിഹ എങ്കിലും സ്വലാത്ത് നിർബന്ധമായിട്ട് ഒരു 100 എണ്ണം ഓതണം. അതിപ്പം എല്ലാം കൊണ്ടും റാഹത്തുള്ള ജീവിതമാണ്, ഒരു ബുദ്ധിമുട്ടില്ല, മനസ്സമാധാനമുണ്ട്, കടമില്ല, പണം ധാരാളം അല്ലാഹ് തന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ദുനിയാവിൽ നിന്ന് മാത്രം പോരാ, നാളെ ആഖിറത്തിലും വിജയം കിട്ടാൻ സ്വലാത്ത് മുറുകെ പിടിക്കണം. മുത്ത് റസൂലിനോടുള്ള സ്നേഹം നമ്മൾ ഒരുപാട് മനസ്സിൽ കൊണ്ട് നടക്കണം. അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ദിവസമായിട്ട് ഓതണം. ഖുർആൻ ഖത്തം തീർക്കണം. അതൊക്കെ നമുക്ക് രക്ഷയാണ് ദുനിയാവിലും നാളെ ആഖിറത്തിലും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയുന്നത് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം, നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് എന്നല്ല കേട്ടോ പറയുന്നത്, നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളും ദുആകളും ഒക്കെ കഴിഞ്ഞതിൻ്റെയൊക്കെ ശേഷമായിട്ട് നേരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കയ്യിലെടുക്കുക. എന്നിട്ട് ഇലാ ഹലറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തിഹ ഓതുക. ഒരുമിച്ചൊന്ന് ഓതാം നമുക്കെല്ലാവർക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അങ്ങനെ ഫാത്തിഹ നിങ്ങൾ ഓതിക്കഴിഞ്ഞു. എന്നിട്ട് 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് 3 തവണ. 3 ഫാത്തിഹ, 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. മനസ്സിലായില്ലേ ഓതേണ്ടത്? ആദ്യം ഫാത്തിഹ 3 എണ്ണം, അത് കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് 3 എണ്ണം ഓതുക. അത് കഴിഞ്ഞിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 എണ്ണം ഓതുക. അത് കഴിഞ്ഞിട്ട് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതൊക്കെ ആ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് കേട്ടോ. ആ രാവിലെ തിങ്കളാഴ്ച രാവിലെ തന്നെ ഓതണം. അങ്ങനെ ഫാത്തിഹയും ഈ സൂറത്തുകളൊക്കെ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് 1000 തവണ
യാസീനും സൂറത്തുകളൊക്കെ ഓതിക്കഴിഞ്ഞു. ആദ്യം മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിഹ ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഓതി, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഓതി യാസീൻ സൂറത്തും ഓതണം. അതിൻ്റെ ശേഷം യാസീൻ സൂറത്ത്, ഞാൻ അത് വിട്ടുപോയിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ പറയാൻ. ആ സൂറത്തൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് നേരെ യാസീൻ ഓതുക മുത്തറസൂലിൻ്റെ പേരിൽ. ആ യാസീൻ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് ആത്മാർത്ഥതയോട് കൂടി ആ ഒരു സ്നേഹത്തോടു കൂടി നിയ്യത്താക്കിയിട്ട് ഇന്നത്തെ രാവിലെ നിങ്ങൾ ഓതി നോക്കി. നിങ്ങളെ സകല വിഷമങ്ങളും അള്ളാഹു തീർത്ത് തരും. സാക്ഷി അനുഭവമുണ്ട്. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്വലാത്ത് നിയ്യത്താക്കി ചൊല്ലിയിട്ട് ഞാൻ ഒരുപാട് പേരോട് വോയിസിലായിട്ട് പറഞ്ഞു കൊടുത്ത സ്വലാത്താണിത്. ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സ്വലാത്ത് നിയ്യത്താക്കി ചൊല്ലി അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ച കാര്യം നടന്നു, എൻ്റെ വിഷമം തീർന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, അനുഭവമുണ്ട്. ഒരുപാട് പേർക്ക് ഈ സ്വലാത്ത് നിയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിയ്യത്താക്കിക്കോളി ഇൻഷാ അല്ലാ. ഞാനും ഇതേപോലെ ഇന്നത്തെ രാവിലെ ഇതേപോലെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീനോതും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് കേട്ടോ. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഒരു 11 തവണ നമുക്ക് ഒരുമിച്ച് ചെല്ലാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് ഇന്നത്തെ തിങ്കളാഴ്ച രാവിലെ തന്നെ നിങ്ങൾ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും തീരാൻ വേണ്ടി നിയ്യത്താക്കി ചൊല്ലിക്കോളി. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഇലാ ഹദറത്ത് റൂഹി മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം.
അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസവും ഉള്ളവരാണ് റബ്ബേ. ഞങ്ങളെയൊക്കെ പ്രയാസം നീ തീർക്കല്ല. നീയല്ലാതെ ഞങ്ങൾക്കാരുമില്ല റഹ്മാനായ റബ്ബേ. ആരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും നീയാണ് ഞങ്ങൾക്ക് ഏക ആശ്രയമല്ല. നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം ഫലം കാണിച്ചു തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ മുത്തുറസൂലിൻ്റെ പേരിൽ നിത്യവും സ്വലാത്തും യാസീനും ഓതുന്നവരാണ് റഹ്മാനെ. ഞങ്ങൾ നിസ്കാരം കളാക്കാതെ നിസ്കരിക്കുന്നവരാണ് റഹ്മാനെ. ഞങ്ങൾ നിസ്കാരവും സ്വലാത്തും ദിക്റുകളും അമലുകളെല്ലാം നീ സ്വീകരിക്കല്ല. നീ സ്വീകരിക്കുന്നുണ്ടോ ഞങ്ങൾക്കറിയില്ല അല്ല. ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ല. ഇന്ന് ദുനിയാവുന്ന നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി നീ തരണേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം തീർക്കല്ല. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ. റബ്ബേ, കടങ്ങളെല്ലാം വീട്ടി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. റബ്ബേ, സമാധാനത്തോടെയുള്ള ജീവിതം മരണം വരെ നൽകല്ല റഹ്മാനായ റബ്ബേ. ഒരാളെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന ഗതികേട് വരുത്തല്ലേ റഹ്മാനെ. ഞങ്ങൾ ആവശ്യത്തിനുള്ള പണം ഞങ്ങളെ കയ്യിൽ തന്നെ ഹലാലായത് നീ തരണേ റഹ്മാനെ. ഞങ്ങളെ ഭർത്താക്കന്മാരൊക്കെ ജോലിയിൽ ഖൈറും ബർക്കത്തും കൊടുക്കല്ല റഹ്മാനെ. ഹലാലായ പണം നൽകണേ റഹ്മാനായ റബ്ബേ, ഒരാളെ അടുത്തു പോയി മുഖം കറുത്തത് കണ്ട് യാചിക്കുന്ന ഗതികേട് ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ല. ഒരുപാട് പേര് ഓരോ വിഷമവും പ്രയാസവും നിത്യേനയായിട്ട് പറയുന്നവരുണ്ട് റഹ്മാനെ. അവരുടെയൊക്കെ സങ്കടങ്ങൾ നീ കാണുന്നവനല്ലേ അല്ല. എല്ലാം തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ അമലുകളൊക്കെ നീ സ്വീകരിക്കല്ല റബ്ബേ. ഞങ്ങളെ മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്തോ തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ ആങ്ങളമാർ ബന്ധുക്കൾ റഹ്മാനെ ഒരുപാട് പേര് ഖബറിലാണല്ല. അവരെയൊക്കെ സ്ഥിതി എന്താണെന്ന് നിനക്കാണ് റഹ്മാനെ അറിയുന്നത് റബ്ബേ. അവരുടെ ഖബർ നീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അവിടെ നീ നൽകല്ലേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിവിടെ കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് റഹ്മാനെ. ഞങ്ങളെ ഉറ്റവരും ഉടയവരുമാണ് മണ്ണിൽ പോയി കിടക്കുന്നതല്ലാ. റഹ്മാനെ, അവരുടെ സന്തോഷം അവിടെ നൽകല്ല റഹ്മാനെ. റാഹത്തുള്ള ജീവിതം ഖബർ ജീവിതം കൊടുക്ക റഹ്മാനെ. റബ്ബേ, ഖബർ ഗുഡ്സാക്കല്ലേ അല്ലാ. റഹ്മാനെ, ഖബറിൽ വെളിച്ചമേകണേ അല്ലാ. റഹ്മാനെ, എൻ്റെ ഉപ്പ എൻ്റെ ആങ്ങളെയൊക്കെ മരണപ്പെട്ടു പോയവരാണ് റഹ്മാനെ. റബ്ബേ, അവരുടെയൊക്കെ ഖബർ നീ വിശാലത നൽകണേ റഹ്മാനായ റബ്ബേ. ഖബർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ആമീൻ നീ സ്വീകരിക്കല്ല റഹ്മാനെ. ഞങ്ങളെ കരളിൻ്റെ കഷ്ണമായ ഉപ്പമാർ ആങ്ങളമാർ ഉമ്മമാരൊക്കെ ഖബറിലാണല്ലാ. റഹ്മാനെ, അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാ. റബ്ബേ, സമാധാനമുള്ള ഖബറാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. എല്ലാവരോടും ദുആ വസിയത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളൊക്കെ അല്ലാഹ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.